കേരളത്തിൽ ദിനം പ്രതി പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ആശങ്കാജനകമായ വിധത്തിൽ വർദ്ധിക്കുകയാണ്. എല്ലാ ജില്ലകളിലും പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിവസവും 15,000-ലേറെ പനി ബാധിതരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. ഇതിൽ നിന്ന് തന്നെ കേരളത്തിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് വ്യക്തമാവുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെ പനി ബാധിച്ച് ജീവൻ നഷ്ടമായത് 113 പേർക്കാണ്. ജൂൺ 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണിത്. സാധാരണ പകർച്ചപ്പനിക്ക് പുറമെ ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, സിക്ക വൈറസ് എന്നിവയാണ് മരണകാരണങ്ങൾ. 3,80,186 പേരാണ് ഇക്കാലയളവിൽ ചികിത്സ തേടിയത്. ഇന്നലെ മാത്രം 6 പേരാണ് പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. ഇതിൽ ഒരാൾ എലിപ്പനി ബാധിച്ചും ഒരാൾ H1N1 ബാധിച്ചുമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. 4 പേർ മരിച്ചത് ഡെങ്കിപ്പനി ബാധിച്ചാണെന്നാണ് സംശയം. ഇന്നലെ 127 പേർക്ക് കൂടി സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 298 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുമാണ്. 11 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 15 പേർ നിരീക്ഷണത്തിലുമാണ്. വിളപ്പിൽശാല സ്വദേശി JM മേഴ്സിയാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പനി ബാധിച്ച് ഇന്നലെ 11,418 പേർ വിവിധ സർക്കാർ ആശുപത്രികളിലും ചികിത്സ തേടി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ള ജില്ല മലപ്പുറമാണ്. 2,164 പേരാണ് ഇന്നലെ മാത്രം പനി ബാധിച്ച് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. എലിപ്പനി കാരണമാണ് മരണങ്ങൾ ഏറെയും സംഭവിച്ചത്. 37 ദിവസത്തിനിടെ 54 പേരാണ് ഡെങ്കിപ്പനി കാരണം മരിച്ചത്. ഈ വർഷം ഇതുവരെ 65 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. ഇതിൽ ഭൂരിഭാഗവും 1 മാസത്തിനുള്ളിലാണെന്നാണ് ആരോഗ്യ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നത്. കൊതുക് നിർമ്മാർജ്ജനത്തിലെ പാളിച്ചയും മഴക്കാല പൂർവ്വ ശുചീകരണവും ഡ്രൈ ഡേയും കാര്യക്ഷമമാക്കാത്തതാണ് ഡെങ്കിപ്പനി ശക്തി പ്രാപിക്കാൻ കാരണം. ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലും എലിപ്പനി മലപ്പുറം ജില്ലയിലുമാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനിയും പനി മരണങ്ങളും വർദ്ധിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുമാണ് ഡോക്ടർമാരുടെ സംഘടനയായ IMA നൽകിയ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് പനി കേസുകൾ വർധനയുണ്ടായേക്കുമെന്നും അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പനിക്കേസുകളിൽ വർധനവ് ഉണ്ടാകുമെന്ന് മെയ് മാസത്തിൽ തന്നെ വിലയിരുത്തിയിരുന്നു. അതീവ ജാഗ്രത വേണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. എന്നാൽ പനി ബാധിതരെ കൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും നിറയുകയാണ്. സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചും OPകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചും ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയും പനി മരണങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതേസമയം ആലപ്പുഴയിൽ അപൂർവ രോഗം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലിനമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമില്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ്. കുട്ടിയുടെ രോഗാവസ്ഥ സംബന്ധിച്ച് അറിയിപ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചാലുടൻ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. ആശങ്ക വേണ്ടെന്നും രോഗത്തിന്റെ മരണനിരക്ക് 100%-നടുത്താണെന്നിരിക്കെ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു.